ഉൽപാദന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ കനത്ത ആക്രമണം നടത്തി അമേരിക്കയും ഇസ്രായേലും. ദ്വീപിലെ സൈനിക സംവിധാനങ്ങൾ തകർത്തെന്ന ട്രംപ്. അതേസമയം ഹോർമൂസ് കീഴടക്കാൻ സഖ്യരാജ്യങ്ങളോട് സഹായം തേടുകയാണ് ട്രംപ്. സൗദി US വ്യോമത്താവളങ്ങളിലെ 5 വിമാനങ്ങൾ തകർന്നെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാന് റഷ്യ മാനുഷിക സഹായം എത്തിച്ചെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ദുബായിൽ നിന്ന് വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദ്. സൈനിക ശേഷിയിലൂടെ തന്നെ കാര്യങ്ങൾ വരുതിയിലാക്കും എന്ന് അമേരിക്ക ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. ഇന്നുണ്ടായ നടപടികൾ മുഴുവൻ അങ്ങനെയായിരുന്നു. ഖാർഗ് ദ്വീപ് ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കേന്ദ്രത്തിൽ അമേരിക്ക ആക്രമണം നടത്തി. നിലവിൽ ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നത് തുടർന്നാൽ അവിടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ആക്രമിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇറാൻ പക്ഷേ പറയുന്നത് ആദ്യ ആക്രമണത്തിൽ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് വലിയ നാശനഷ്ടം ആഘാതം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു അമേരിക്കയുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഹോർമൂസ് കടലിടുക്ക് സൈനികമായി തന്നെ അവിടെ ആധിപത്യം സ്ഥാപിക്കും, സുരക്ഷയൊരുക്കും, സഖ്യകക്ഷികളോട് കൂടി അമേരിക്ക അണിചേരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച നീക്കങ്ങൾ കൂടി ഇപ്പോൾ നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. USS ട്രിപ്പോളി ഉൾപ്പെടെ 3 വൻ പടക്കപ്പലുകൾ, ഒപ്പം തന്നെ 2200-ലധികം സൈനികരെ കൂടി അധികമായി മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുകയാണ്. ചുരുക്കത്തിൽ അമേരിക്ക പുറകോട്ട് പോകുന്നില്ല, കൂടുതൽ സൈനികമായി തന്നെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇറാനും കൂടുതൽ വലിയ മുന്നറിയിപ്പുകൾ നൽകുകയാണ്. ഇറാഖിലെ US എംബസിക്ക് നേരെ ഇന്ന് ആക്രമണം ഉണ്ടായി. അവിടെ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇറാഖിൽ UAE കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായതിൽ അതിശക്തമായ പ്രതിഷേധം ഇന്ന് UAE അറിയിച്ചു. ഒപ്പം മറ്റു രാഷ്ട്രങ്ങൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണം വരാൻ പോകുന്നു. തുറമുഖങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളുടെയും അടുത്തുനിന്ന് ജനങ്ങൾ മാറണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ തോതും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഫുജൈറയിൽ ഒരു ഡ്രോൺ അവശിഷ്ടം പതിച്ചതായി നേരത്തെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഗൾഫ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം. UAE-യിലേക്ക് 100 കണക്കിന് ഡ്രോണുകൾ നേരത്തെ അയച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 30 മറ്റോ ഒക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് ഇറാന്റെ ആക്രമണം. പക്ഷേ വരും മണിക്കൂറുകളിൽ ആക്രമണം കടുക്കും മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് എന്നുള്ളതാണ് ഇറാൻ ഇപ്പോഴും അറിയിച്ചിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കുവൈത്ത് അറിയിച്ചിരിക്കുന്നത് കുവൈത്തിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലോ മറ്റോ യാതൊരു തരത്തിലുള്ള വാതക ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഖത്തർ അറിയിച്ചിരിക്കുന്ന കാര്യം 1.5 വർഷത്തേക്കുള്ള കരുതൽ ഭക്ഷ്യശേഖരം ഉണ്ട് എന്നുള്ളതാണ്. ഇതുവരെയും അത്തരത്തിൽ റിസർവ് ഭക്ഷ്യശേഖരത്തിൽ കൈവയ്ക്കേണ്ടി വന്നിട്ടില്ല എന്നുകൂടി ഖത്തർ അറിയിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായത് ഹമാസിന്റെ ഭാഗത്തു നിന്നാണ്. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന്, ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹമാസിന്റെ ആവശ്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. തുറക്കാനുള്ള തീവ്ര ശ്രമത്തിൽ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തടസ്സപ്പെടുത്തിയ കപ്പൽ നീക്കം ഉടൻ പുനഃസ്ഥാപിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇതിനായി ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയും ട്രംപ് തേടിയിട്ടുണ്ട്. നേരത്തെ ഹോർമൂസിനടുത്തുള്ള ഖാർഗ് ദ്വീപിൽ അമേരിക്ക ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. 2 ആഴ്ച മുൻപ് തുടങ്ങിയ യുദ്ധം അവസാനിക്കുന്ന സൂചനകളൊന്നും കാണുന്നില്ല. മാത്രമല്ല, ആഗോള എണ്ണ വിപണിയെ യുദ്ധം ഗുരുതരമായി ബാധിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യം അമേരിക്കയ്ക്കെതിരായ രാജ്യാന്തര എതിർപ്പായി ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്തിലാണ് ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യത്തിൽ ട്രംപ് അടിയന്തര ഇടപെടൽ നടത്തുന്നത്. കടലിടുക്കിലൂടെ ഉടൻ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇതിനായി രാജ്യാന്തര പിന്തുണയും ട്രംപ് തേടിയിട്ടുണ്ട്. ചൈനയോടും ഫ്രാൻസിനോടും ബ്രിട്ടനോടും കപ്പലുകൾ അയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഖാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം നടത്തിയതും ഇതേ ലക്ഷ്യം മുന്നിൽ വെച്ചാണ്. ഖാർഗ് എന്നത് ഇറാന്റെ എണ്ണ വിൽപ്പനയ്ക്കുള്ള കവാടമാണ്. അതിലേറെ ഖാർഗിലെ സൈനിക കേന്ദ്രമാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സ്വന്തം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഇറാനെ സഹായിക്കുന്നത്. അതിനിടെ ഇറാനെതിരെ ആക്രമണം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടെന്നും നെതന്യാഹുവിൻ്റെതായി അവസാനം വന്ന വീഡിയോ സന്ദേശം AI വഴി ഉണ്ടാക്കിയതാണെന്നും പ്രചാരണമുണ്ട്. ഇതിൽ ഇസ്രായേൽ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. യുദ്ധം തുടങ്ങിയിട്ട് ഒരിക്കൽ മാത്രമാണ് നെതന്യാഹുവിനെ പുറം ലോകം കണ്ടിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മാതൃ.